ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം ഫുട്ബോൾ ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം കാത്തിരിക്കുന്നുണ്ട്. അതായത് ഫൈനലിസിമയാണ്. അർജന്റീനയും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക. മാർച്ച് 27 രാത്രി ഇന്ത്യൻ സമയം 11:30 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഒരു തീപാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പെയിൻ നിരയിൽ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ പോകുന്ന താരം അത് യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ ആയിരിക്കും. നമുക്കറിയാം, ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് യമാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അർജന്റീന ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അർജന്റീൻ മാധ്യമങ്ങൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് യമാലിനെ തടയാൻ വേണ്ടിയുള്ള പ്ലാനുകൾ ഇപ്പോൾ തന്നെ അർജന്റീനയുടെ കോച്ചായ സ്കലോണി ഒരുക്കി തുടങ്ങി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് യമാലിനെ തടയേണ്ട ഉത്തരവാദിത്തം പ്രധാനമായും ഏൽപ്പിക്കപ്പെടുക നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്കായിരിക്കും. അർജന്റീനയുടെ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് അദ്ദേഹമായിരിക്കും മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ താരത്തിൽ പരിശീലകന് വലിയ വിശ്വാസമുണ്ട്. സ്പേസുകൾ റീഡ് ചെയ്തുകൊണ്ട് യമാലിനെ തടയാൻ നിക്കോക്ക് കഴിയും എന്നാണ് ഇപ്പോൾ അർജന്റീന പരിശീലകൻ വിശ്വസിക്കുന്നത്. കൂടാതെ മധ്യനിരയിലും ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് യമാലിനെ തടയാൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൂടി ചുമതലപ്പെടുത്തും. അതായത് യമാൽ കളിക്കുന്ന സമയത്ത് 2 പേരായിരിക്കും അദ്ദേഹത്തെ തടയാൻ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടാഗ്ലിയാഫിക്കോ കൂടാതെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ കൂടി യമാലിനെ തടയാൻ ഉണ്ടായിരിക്കും. അങ്ങനെ സ്കലോണി ഇപ്പോൾ യമാലിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അദ്ദേഹം കളിയിൽ പരമാവധി ഇൻവോൾവ് ആവാതിരിക്കാൻ വേണ്ടി സ്കലോണി ശ്രദ്ധിക്കും എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം മറുഭാഗത്ത് സ്പെയിനിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുക അത് മെസ്സി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മെസ്സിയെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും സ്പാനിഷ് പരിശീലകനായ ലൂയിസിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.